ഓഗസ്റ്റ് 2026 പഠിക്കുവാനായി തന്നിരിക്കുന്ന ബൈബിൾ ഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ബൈബിൾ റീഡിംഗ്. റൂത്തിന്റെ പുസ്തകം നമുക്ക് ശ്രവിക്കാം, പഠിക്കാം. റൂത്ത് ആമുഖം. യഹൂദ വംശജയല്ലാത്തവളും മൊവാബിയുമായ റൂത്തിന്റെ പേരിൽ പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുക അസാധാരണമാണ്. സുഹൃദിനെയും വിശ്വസ്തയുമായ റൂത്തിനെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചു. റൂത്തിന്റെ ഭർത്താവ് ഒരു ഇസ്രായേൽക്കാരനായിരുന്നു. റൂത്ത് തന്റെ ഭർത്താവും വിധവയായ അമ്മായിയമ്മ നവോമിയും ഒരുമിച്ച് മൊവാബിൽ വസിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു. നവോമി ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നപ്പോൾ റൂത്ത് തന്റെ ഭർത്താവിന്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവളോടൊപ്പം ജെറുസലേത്തേക്ക് പോന്നു. ദൈവം അവളെ അനുഗ്രഹിച്ചു. വിശ്വസ്തതയ്ക്ക് അവൾ ഒരു മാതൃകയായി തീർന്നു. അവിടെ അവൾ മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ ബന്ധുവും സമ്പന്നനുമായ ബോവാസിന്റെ ഭാര്യയായി. അതുവഴി അവളുടെ പേര് ദാവീദിന്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിന്റെ വംശാവലിയിലും ഉൾപ്പെട്ടു. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്നതിന്റെ സൂചന ഇതുവഴി നമുക്ക് ലഭിക്കുന്നു. അധ്യായം 1. എലിമേലെക്കും കുടുംബവും മൊവാബിൽ. റൂത്ത് 1:1. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1:2. അവന്റെ പേര് എലിമേലെക്ക്, ഭാര്യ നവോമി, പുത്രന്മാർ മഹലോനും കിലിയോനും. അവർ യൂദായിലെ ബത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ മൊവാബിൽ താമസമാക്കി. റൂത്ത് 1:3. നവോമിയുടെ ഭർത്താവ് എലിമേലെക്ക് മരിച്ചു. അവളും പുത്രന്മാരും ശേഷിച്ചു. റൂത്ത് 1:4. പുത്രന്മാർ ഓർഫ, റൂത്ത് എന്നീ മൊവാബിയ സ്ത്രീകളെ വിവാഹം ചെയ്തു. 10 വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു. റൂത്ത് 1:5. അങ്ങനെയിരിക്കെ മഹലോനും കിലിയോനും മരിച്ചു. നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു. നവോമിയും റൂത്തും ബേത്ലഹേമിലേക്ക്. റൂത്ത് 1:6. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങി. റൂത്ത് 1:7. അവൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ട് യൂദായിലേക്കുള്ള വഴിയിലെത്തി. റൂത്ത് 1:8. അപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞു, നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു. കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ. റൂത്ത് 1:9. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൾ അവരെ ചുംബിച്ചു. അവർ പൊട്ടിക്കരഞ്ഞു. റൂത്ത് 1:10. അവർ പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. റൂത്ത് 1:11. എന്നാൽ നവോമി പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങൾ തിരിച്ചു പോകുവിൻ. എന്തിന് എന്നോടുകൂടെ വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ? റൂത്ത് 1:12. എന്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു. അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ. റൂത്ത് 1:13. അവർക്ക് പ്രായമാകുന്നവരെ നിങ്ങൾ കാത്തിരിക്കുമോ? നിങ്ങൾ വിധവകളായി കഴിയുമോ? ഇല്ല മക്കളെ, കർത്താവിന്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു. നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും. റൂത്ത് 1:14. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി. റൂത്ത് അവളെ പിരിയാതെ നിന്നു. റൂത്ത് 1:15. നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ, അവളെ പോലെ നീയും പോകുക. റൂത്ത് 1:16. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും.
വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. റൂത്ത് 1:17. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. റൂത്ത് 1:18. അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല. റൂത്ത് 1:19. അവർ ബത്ലഹേമിലെത്തി. പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു. റൂത്ത് 1:20. അവൾ പറഞ്ഞു, എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത്. സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്. റൂത്ത് 1:21. എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി. ഒന്നുമില്ലാത്തവളായി കർത്താവിനെ തിരിച്ചയച്ചു. കർത്താവിനെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു? റൂത്ത് 1:22. അങ്ങനെ നവോമി മൊവാബിൽ നിന്ന് അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെ തിരിച്ചെത്തി. ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബത്ലഹേമിൽ എത്തിയത്. റൂത്ത് ബോവാസിന്റെ വയലിൽ. അധ്യായം 2. റൂത്ത് 2:1. നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് എന്നു പേരായ ഒരു ധനികനുണ്ടായിരുന്നു. റൂത്ത് 2:2. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാപെറുക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. റൂത്ത് 2:3. അവൾ പറഞ്ഞു, പൊയ്ക്കൊള്ളുക. റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാപെറുക്കി. എലിമെലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. റൂത്ത് 2:4. ബോവാസ് ബത്ലഹേമിൽ നിന്ന് വന്നു. കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു. കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു. റൂത്ത് 2:5. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു, ആരാണ് ഈ യുവതി? റൂത്ത് 2:6. നവോമിയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മൊവാബി സ്ത്രീയാണിവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി. റൂത്ത് 2:7. വയലിൽ കാലാപെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു. രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാലാപെറുക്കുകയാണ്. റൂത്ത് 2:8. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാലാപെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട. എന്റെ ദാസിമാരോടുകൂടെ ചേർന്നു കൊള്ളുക. റൂത്ത് 2:9. അവർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. റൂത്ത് 2:10. അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു, അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? റൂത്ത് 2:11. ബോവാസ് പറഞ്ഞു, ഭർത്താവിന്റെ മരണത്തിന് ശേഷം നീ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിന്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്ക് അറിയാം. റൂത്ത് 2:12. നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. റൂത്ത് 2:13. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2:14. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കൂ. വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളൂ. അങ്ങനെ അവൾ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ ഭക്ഷിച്ച് തൃപ്തിയായി. ബാക്കിയും വന്നു. റൂത്ത് 2:15. അവൾ കാലാപെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞു, അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. റൂത്ത് 2:16. അവളെ ശകാരിക്കരുത്. കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം. അവളെ ശാസിക്കരുത്. റൂത്ത് 2:17. അങ്ങനെ അവൾ സന്ധ്യ വരെ കാലാപെറുക്കി. മെതിച്ചപ്പോൾ ഏകദേശം ഒരു ഏഫ ബാർലി ഉണ്ടായിരുന്നു. റൂത്ത് 2:18. അവൾ അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി. താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു. ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു. റൂത്ത് 2:19.
അമ്മായിയമ്മ ചോദിച്ചു, എവിടെയാണ് ഇന്ന് നീ കാലാപെറുക്കിയത്? എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത്? നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ. താൻ ഇന്ന് ജോലി ചെയ്തത് ബോവാസിനോട് കൂടെയാണെന്ന് അവൾ അമ്മായിയമ്മയോട് പറഞ്ഞു. റൂത്ത് 2:20 നവോമി മരുമകളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. അവൾ തുടർന്നു, അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. റൂത്ത് 2:21 റൂത്ത് പറഞ്ഞു, കൊയ്ത്ത് മുഴുവൻ തീരുവോളം വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. റൂത്ത് 2:22 നവോമി മരുമകളോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാനിടയാകാതെ നീ അവന്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത്. റൂത്ത് 2:23 അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നത് വരെ അവൾ ബോവാസിന്റെ ദാസിമാരോടൊത്ത് ചേർന്ന് നിന്ന് കാലാപെറുക്കി തന്റെ അമ്മായിയമ്മയോടൊത്ത് ജീവിച്ചു. ലോഗോസ് ക്വിസ് 2026 പഠിക്കുവാനായി തന്നിരിക്കുന്ന ബൈബിൾ ഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ബൈബിൾ റീഡിങ് നമ്മൾ ഇന്ന് റൂത്തിന്റെ പുസ്തകം 1-2 അധ്യായങ്ങളാണ് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഇതോടൊപ്പം ഈ ചാനലിൽ ബൈബിൾ ക്വിസിനെ ആസ്പദമാക്കിയുള്ള POC ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.